പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല എന്നാണ് പറയാറ്. പക്ഷേ എറണാകുളത്ത് ബസ് യാത്രയ്ക്കിടെ കാണാതായ 3 വയസ്സുകാരിയെ അമ്മ തന്നെയാണ് പുഴയിലേക്ക് എറിഞ്ഞത് എന്ന വാർത്ത കേൾക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അത് മാറ്റി പറയേണ്ടി വരുന്നു. മാനസിക പ്രശ്നം കൊണ്ടാണ് അമ്മ കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയത് എന്ന് പറയുമ്പോഴും പോലീസ് അത് അത്ര കാര്യമാക്കിയെടുക്കുന്നില്ല. മാനസിക പ്രശ്നം കൊണ്ട് തന്നെയാണോ മാതാവ് സ്വന്തം കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞത് എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇന്നും യുവതിയെ ചോദ്യം ചെയ്യുന്നത് തുടരും. കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടാണ് കുട്ടിയെ പുഴയിൽ എറിഞ്ഞത് എന്ന മൊഴിയിലും പോലീസ് വ്യക്തത വരുത്തും. മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് നടത്തിയ കൃത്യം എന്ന് പറയുമ്പോഴും കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് യുവതി ഈ ഒരു കൃത്യം ചെയ്തിരിക്കുന്നത്. കുട്ടുമശ്ശേരി കുറുമശ്ശേരിയിൽ നിന്നും 3 മണിക്ക് അംഗൻവാടിയിൽ ഉണ്ടായിരുന്ന കുട്ടിയുമായി മാതാവ് ആലുവ ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ആലുവയിലുള്ള തന്റെ വീട്ടിലേക്ക് പോകുന്നതിനാണ് തിരുവാങ്കുളത്തു നിന്നും കുട്ടിയുമായി മാതാവ് ബസ്സിൽ സഞ്ചരിച്ചത്. മൂഴിക്കുളത്ത് വെച്ച് ബസ് ഇറങ്ങി പാലത്തിനടുത്തേക്ക് നടന്ന ശേഷം യുവതി കുഞ്ഞിനെ താഴേക്ക് എറിയുകയായിരുന്നു. വഴിയിലെ CCTV ദൃശ്യങ്ങളും ഓട്ടോ ഡ്രൈവറുടെ ഉൾപ്പെടെയുള്ള സാക്ഷിമൊഴികളും കുട്ടിയെ കണ്ടെത്തലിൽ നിർണായകമായി. തിരുവാങ്കുളത്ത് നിന്ന് ആലുവയിലേക്ക് യാത്രയ്ക്കിടെ കുഞ്ഞിനെ കാണാതായെന്നായിരുന്നു യുവതിയുടെ ആദ്യ മൊഴി. കുഞ്ഞ് എവിടെ പോയതെന്ന് തനിക്ക് അറിയില്ല എന്ന് അവർ പറഞ്ഞിരുന്നു. പിന്നീട് പരസ്പര വിരുദ്ധങ്ങളായ പല കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞു. ശേഷമാണ് കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞുവെന്ന് അവർ സമ്മതിച്ചത്. എന്നാൽ മകളെ പുഴയിൽ എറിഞ്ഞു കൊന്നതിൽ അമ്മ സന്ധ്യ തെല്ലും കുറ്റബോധം പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. നാടൊന്നാകെ കല്യാണിക്കായി തെരച്ചിൽ നടത്തുമ്പോഴും അമ്മ സന്ധ്യ ഇന്നലെ രാത്രി സ്റ്റേഷനിൽ കിടന്ന് സുഖമായി ഉറങ്ങുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മകളെ പുഴയിൽ എറിഞ്ഞു കൊന്നതിൽ കുറ്റബോധമോ സങ്കടമോ അമ്മയ്ക്കില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. രാത്രിയിൽ പോലീസ് വാങ്ങി നൽകിയ ഭക്ഷണം കഴിച്ച ശേഷമാണ് സന്ധ്യ സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങിയത്. മുൻപും ഈ യുവതി 3 വയസ്സുകാരിയായ കല്യാണിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് വീട്ടുകാരുടെ മൊഴി. ഒരിക്കൽ കുട്ടിക്ക് ഐസ്ക്രീമിൽ വിഷം കലർത്തി നൽകിയിരുന്നു. അന്ന് ഇത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവർ കുഞ്ഞിനോട് ഐസ്ക്രീം കഴിക്കരുതെന്ന് പറഞ്ഞാണ് രക്ഷപ്പെടുത്തിയത്. മറ്റൊരു ദിവസം ടോർച്ച് കൊണ്ട് യുവതി കല്യാണിയെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നും ബന്ധുക്കൾ പറഞ്ഞു. എന്നാൽ കുടുംബ പ്രശ്നങ്ങളുമായി കണ്ട് 2 സംഭവങ്ങളും അധികമാരും അറിയാതെ അവസാനിപ്പിച്ചുവെന്നും കുടുംബം പുത്തൻകുരിശ് പോലീസിൽ നൽകിയ മൊഴിയിൽ പറയുന്നു. തങ്ങൾക്ക് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും കുഞ്ഞിനെ താൻ പുഴയിൽ എറിഞ്ഞെന്നും കല്യാണിയുടെ മാതാവ് തന്നെ ബന്ധുക്കളോട് പറഞ്ഞതായും വിവരമുണ്ട്. യുവതിക്ക് മാനസിക പ്രശ്നമുള്ളതായി അയൽവാസികളും സ്ഥിരീകരിക്കുന്നുണ്ട്. കുട്ടിയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് യുവതി തന്നോട് പറഞ്ഞതായി ഒരു ബന്ധു പറയുന്നു. കുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിൽ നിരന്തരം കലഹം പതിവാണ് എന്നാണ് അയൽവാസികളും പറയുന്നത്. വഴക്കിന് ശേഷം 2 മാസത്തോളം യുവതി സ്വന്തം വീട്ടിൽ പോയി നിന്നിരുന്നു. മാനസിക പ്രശ്നത്തിന്റെ ചില ലക്ഷണങ്ങളും ഇവർ കാണിച്ചിരുന്നതായി അയൽവാസികൾ പറഞ്ഞു. കനത്ത മഴ ആദ്യഘട്ടത്തിൽ പുഴയിലെ തിരച്ചിലിന് തടസ്സമായെങ്കിലും പിന്നീട് പുഴയിലെ ഒഴുക്ക് കുറഞ്ഞത് അനുകൂല ഘടകമായി. അതേസമയം ഭാര്യയ്ക്ക് യാതൊരുവിധ മാനസിക പ്രശ്നവും ഇല്ല എന്ന ഭർത്താവ് സുഭാഷും പ്രതികരിച്ചു. സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ള സന്ധ്യയെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. അമ്മ സന്ധ്യ ഇപ്പോൾ ചെങ്ങമനാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കുഞ്ഞിനെ പുഴയിലെറിയാനുണ്ടായ സാഹചര്യം പോലീസ് പരിശോധിക്കുകയാണ്. സന്ധ്യയും ഭർത്താവും കുടുംബവുമായുള്ള പ്രശ്നങ്ങൾ പോലീസ് പരിശോധിക്കുന്നതിനിടയിലാണ് പരസ്പരം കുറ്റപ്പെടുത്തി സന്ധ്യയുടെ കുടുംബവും ഭർത്താവിന്റെ കുടുംബവും രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം കുഞ്ഞിനെ സന്ധ്യ മുൻപും മർദ്ദിച്ചിട്ടുണ്ട് എന്നാണ് സുഭാഷ് ആരോപിക്കുന്നത്. ഇന്നലെ കുഞ്ഞ് അംഗൻവാടിയിൽ പോകുന്നില്ല എന്ന് പറഞ്ഞതാണ്. താൻ നിർബന്ധിച്ചു വിടുകയായിരുന്നു. സന്ധ്യയാണ് കുഞ്ഞിനെ അംഗൻവാടിയിൽ വിട്ടത്. താൻ ജോലിക്കും പോയി. സന്ധ്യയുടെ അമ്മയ്ക്കും സഹോദരിക്കും ഈ സംഭവത്തിൽ പങ്കുണ്ട് എന്ന സംശയമുണ്ട്. സന്ധ്യ നേരത്തെയും കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. ടോർച്ച് വെച്ച് കുഞ്ഞിന്റെ തലയ്ക്ക് അടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ സന്ധ്യയെ സ്വന്തം വീട്ടിൽ കൊണ്ടുവിട്ടു. 2 മാസം മുൻപാണ് അമ്മയും സഹോദരിയും ചേർന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരികെ വീട്ടിലേക്ക് വിട്ടത്. അമ്മയും സഹോദരങ്ങളും പറയുന്നത് മാത്രമേ സന്ധ്യ അനുസരിക്കാറുള്ളൂ എന്നും ഭർത്താവ് പറയുന്നു. ഇന്നലെ വൈകിട്ട് താൻ സന്ധ്യയെ വിളിച്ചിരുന്നു. 3:30 വിളിച്ചപ്പോൾ കുക്കറിന്റെ വാഷർ വാങ്ങണമെന്ന് പറഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ സന്ധ്യയെ കണ്ടില്ല. വിളിച്ചപ്പോൾ മൂഴിക്കുളത്തിനടുത്താണ് എന്ന് പറഞ്ഞു. അവളുടെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അവിടെ എത്തിയിട്ടില്ല എന്നും പറഞ്ഞു. രാത്രിയോടെയാണ് കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞുള്ള വിളി വന്നത്. അതേസമയം സന്ധ്യയും ഭർത്താവ് സുഭാഷും തമ്മിൽ വഴക്ക് പതിവാണെന്നും മർദ്ദിക്കാറുണ്ടെന്നുമാണ് സന്ധ്യയുടെ അമ്മയുടെ ആരോപണം. അമ്മ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നലെ വൈകിട്ട് സന്ധ്യ ഇവിടെ വന്നിരുന്നു. ഒരു കൂസലും കാണിച്ചില്ല. എന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് മാത്രം പറഞ്ഞു. കൊച്ചെവിടെ എന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞില്ല. രാത്രി 7 മണിക്കാണ് വന്നത്. ഇവിടെ മകൾ വന്ന് നിൽക്കാറില്ല. അതിന് ഭർത്താവിന്റെ വീട്ടുകാർ സമ്മതിക്കാറില്ല. സന്ധ്യയും ഭർത്താവുമായി തർക്കം പതിവാണ്. സുഭാഷ് മർദ്ദിക്കാറുണ്ട് എന്ന് സന്ധ്യ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകുന്ന ആളല്ല സന്ധ്യ. തന്റെ മൂത്ത മകളുടെ അത്ര കാര്യശേഷി സന്ധ്യക്കില്ല എന്നാണ് സന്ധ്യയുടെ അമ്മ പറയുന്നത്. വീട്ടുജോലി ചെയ്യുന്നതിലൊക്കെ മടിയാണ്. അത് പറഞ്ഞ് ഭർത്താവുമായി വഴക്ക് പതിവാണ്. കുട്ടികളെ ഇവിടെ നിർത്താൻ ഭർത്താവിന്റെ വീട്ടുകാർക്ക് താല്പര്യവുമില്ല. മകൾക്ക് മാനസിക പ്രശ്നമില്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഭർത്താവിന്റെ വീട്ടുകാർ കഴിഞ്ഞ മാസം ആവശ്യപ്പെട്ടു. അതുപ്രകാരം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പാക്കി. കുട്ടിയുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഉടൻ മാറ്റിയേക്കുമെന്നാണ് വിവരം. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഇൻക്വസ്റ്റ് നടപടികളും ഇന്ന് തന്നെ പൂർത്തിയാക്കും. സംഭവത്തിൽ കുടുംബ പ്രശ്നങ്ങൾ സംബന്ധിച്ച വിശദമായ അന്വേഷണത്തിനാണ് പോലീസിന്റെ തീരുമാനം. സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള വാദം പോലീസ് ഇതുവരെ മുഖവിലക്കെടുത്തിട്ടില്ല.